ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻസ് ബ്ലോഗ് ഫോർ വേൾഡ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് നേരെ ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ 3D എത്രയാണ് എപ്പിസോഡ് 5 ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സൈഡിൽ ഓരോ രാജ്യത്തെ ഇതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഇത് ഈ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് 3Dയിൽ കുറേ മിഷൻസ് ഉണ്ട്. അപ്പം ചാലഞ്ച് മോഡിൽ കുറേ ഇതുണ്ട്. അതൊക്കെ നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കും. ഫസ്റ്റ് നമ്മൾ മേഘാറാമാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തിട്ട് മറ്റേ നമ്മുടെ പഴയൊരു വീടുണ്ടല്ലോ, മഞ്ഞ വീട്, അതിൻ്റെ മണ്ടേ ഒരു രസത്തിന് ചുമ്മാ ഒന്ന് ലാൻഡ് ചെയ്യുന്നതാണ്. ഹെലികോപ്റ്ററിൽ പോയിട്ട് ജെറ്റ് പാക്ക്, ഹെലികോപ്റ്ററല്ല ജെറ്റ് പാക്ക്. ഫസ്റ്റ് നമുക്ക് ഒരു ബുഗാട്ടിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ബുഗാട്ടി എടുത്ത് 3 ചാൻസസ് ആണ് നമുക്കുള്ള ഈ റാമ്പ് കംപ്ലീറ്റ് ആക്കാൻ. ഫുൾ കംപ്ലീറ്റ് ആക്കണം. ഇത് ജമ്പ് ചെയ്യണമെന്നൊന്നുമില്ല, ഇത് നമുക്കൊന്ന് ജമ്പ് ചെയ്തേക്കാം. ഫസ്റ്റത്തെ മാത്രം, സെക്കൻഡത്തെ ടഫാണ്. നമ്മൾ നേരെ ഫസ്റ്റത്തെ റാമ്പ് ഇതിനകത്ത് പിന്നെ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല കേട്ടോ. ബ്രേക്കിന് വരെ നമ്മൾ റിവേഴ്സ് ഗിയർ ചവിട്ടി പോകാനാണ്. റിവേഴ്സ് ഗിയർ നമുക്ക് ചവിട്ടി വെച്ചാൽ മതി. ബ്രേക്കല്ലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. കത്തിക്കുമല്ല വണ്ടി കത്തിച്ചാൽ കത്തും. നമ്മൾ വണ്ടി കത്തിക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ബുഗാട്ടി റൈറ്റ് വിങ്ങിൽ കൂടെ കയറ്റാം. റൈറ്റ് വിങ്ങി ഇതായിരിക്കും. നമ്മൾ നേരെ റൈറ്റ് വിങ്ങിൽ കൂടെ കയറ്റാൻ പോകുകയാണ്. ഈ റാമങ്ങളൊക്കെ ചാടാൻ വലിയൊരു കുഴിയാണ്. നമ്മൾ നേരെ റൈറ്റ് വിങ്ങിലോട്ട് ഇറക്കിയിട്ടുണ്ട് വണ്ടി. ഇത് റിവേഴ്സുകളൊക്കെ ചോട്ടിട്ടുണ്ട്. നമ്മൾ നേരെ താഴെ പോയിട്ട് നമ്മൾ താഴെ വീഴാനോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്താണ് സംഭവിച്ചാലോ ഒന്നും കുഴപ്പമില്ല. നമ്മൾ നേരെ താഴോട്ട് ചാടാണ്. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ജെറ്റ് പാക്ക് സ്പോഞ്ച്. നമ്മൾ നേരെ വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പോലെ നോക്കിയാൽ ബുഗാട്ടിയുടെ വില വയ്ക്കുന്നില്ല. ബുഗാട്ടിക്കുന്നു നമുക്ക് ഷൂട്ട് നമ്മൾ നേരെ സ്റ്റിക്കി നമ്മുടെ കാര്യത്തിലൊക്കെ നമ്മൾ നമ്മൾ നേരെ നമ്മുടെ ഫോണുകളിലൊക്കെ എടുത്തിട്ട് ജെറ്റ് പാക്ക് വിളിക്കാൻ 330 ചെറിയ മിനി ജെറ്റ് പാക്കാണ്. നമ്മൾ നേരെ മിനി ജെറ്റ് പാക്ക് വിളിച്ചിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ ലൊക്കേഷൻ എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ വെച്ച് കാച്ചാണ്. കണ്ടിട്ടുണ്ട് നമ്മുടെ ലൊക്കേഷൻ. ഇതെന്തോ ഒരു പ്രോബ്ലമാണ്. നമ്മുടെ ബാഗുകളൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. ബാഗുകളൊക്കെ നമുക്ക് മാറ്റാൻ വെച്ചാൽ ചെയ്യുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ ജെറ്റ് പാക്ക് എടുത്ത് നേരെ ലാൻഡ് ചെയ്യാൻ. ഇത് നമ്മളൊരു രസത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് മിഷനൊന്നുമല്ല. നമ്മളത് ലാൻഡ് സേഫ് ലാൻഡ്. നമ്മൾ ആ വണ്ടി ഓടിക്കുന്ന സേഫ് ലാൻഡൊക്കെ വരുള്ളൂ. നെക്സ്റ്റ് മിഷനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ ഫൺ ട്രാക്ക് മിഷനാണ് കേട്ടോ. ഫൺ ട്രാക്കിൽ നമ്മൾ ട്രെയിൻ ഓടിച്ച് ഫുള്ള് സംഭവം ഫുള്ള് പൊട്ടിക്കണം. ഗ്യാസ് ഊറ്റി ഓൺ തന്നെ അല്ലേ? ഓണാണ്. റെക്കോർഡ് കാണാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. ഈ ബാഗ് നമുക്ക് ഊരിക്കളയാം. ബാഗ് രസമില്ല. ഡ്രസ്സ് ഒന്ന് മാറിയേക്കാം. അത് വെച്ചു. മാസ്കൊക്കെ ഊരിക്കളയാം. മാസ്കൊക്കെ എന്തിനാ? ഒരു കണ്ണട വെച്ചു. ഷർട്ട് ചേഞ്ച് ശരി. ജസ്റ്റ് കണ്ണട വേണം. ആ ബാഗ് ഇരിക്കട്ടെ. ബാഗാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇത് ബാഗ് വേണ്ടേ? ബാഗ് വേണ്ട. നമ്മൾ നേരെ വിഷയത്തിൽ തെന്നി മാറുന്നു. നമ്മൾ നേരെ എക്വിപ്പ് ഇത് സെറ്റ് എന്തോ ഒരു പ്രോബ്ലം ആയിട്ടുണ്ട്. എന്താണ്? സ്പേസ് ഓറാണ്. നമ്മൾ നേരെ ഇതെടുത്തിട്ട് ഇത് റിവേഴ്സ് വേണം. റിവേഴ്സ് വേണം.
ഇതെന്താണ് ഏറ്റവും നമ്മൾ റിവേഴ്സിലാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്തേക്കുന്ന. ഇപ്പോൾ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഫ്രണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ റിവേഴ്സ് പോകുന്നു. പൊട്ടാത്ത ക്ലിക്ക് നമ്മൾ പൊട്ടാത്ത കൂട്ടുകല്ലേ നമുക്കതേ എടുക്കാൻ 3 ചാൻസ് ഉണ്ടല്ലോ. എന്തോരോ ക്ലിച്ച് അതാണ്. നമ്മൾ നേരെ വീണ്ടും ഫൺ ട്രാക്ക് എടുത്തു. നമ്മൾ നേരെ മഴ കൂടി പഴയ ഹെയർ സ്റ്റൈൽ തന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇതെങ്കിലും ഗ്ലിച്ച് വർക്കായിരുന്നാണ്. ഇതും ഗ്ലിച്ച് വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഗ്ലിച്ച് കാണുന്ന വർക്കാവുന്നില്ല ഇത്. ഓക്കെ, മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ജെറ്റ് പാക്ക് കൊടുക്കാം. ഓക്കെ, 2 ചാൻസ് എടുത്തത് ഗ്ലിച്ചാണ്. ഞാൻ എന്നെ പറഞ്ഞിട്ട് തരില്ല. ഞാൻ മര്യാദയ്ക്ക് ഒറ്റ ചാൻസ് തീർക്കാൻ നോക്കിയതാണ്. ഞാൻ റാംജി ഈ റാമ്പിൽ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഇതുങ്ങളൊക്കെ വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കാം. നമ്മൾ നേരെ ഇതേ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ വീട് ചെറിയൊരു വീടാണ്. മറ്റേ വീട് ഞാൻ പറയുകയാണ് കുറച്ച് ഫുൾ ജിമ്മാണ്. ജിം ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്ത് എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതാകുമ്പോൾ ഫുള്ള് സംഭവങ്ങളൊക്കെ ഉണ്ട്. TV അങ്ങനത്തെ TV മറ്റേ വീട്ടിലുണ്ട്. അടുത്ത അപ്ഡേറ്റ് സെറ്റായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പോലീസും TV ചിലപ്പോൾ ഓണാവും. ഓക്കെ, നമ്മൾ നേരെ സേഫിലായിട്ട് വീണ്ടും ചെയ്യും. നെക്സ്റ്റ് മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജുറാസിക് പാർക്ക് മിഷനാണ്. ഇതിൻ്റെ അകത്ത് 2 ചെറിയ ഡൈനോസർ ആണെങ്കിൽ 1 വലിയ ഡൈനോസർ. അതാണ് നമ്മുടെ ടാർഗറ്റ്. നമ്മൾ പോകാൻ വേണ്ടി എടുക്കുന്ന വണ്ടി നമ്മുടെ സൂപ്പറാണ് കേട്ടോ. കാരണം വേറെ വണ്ടിയൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് 2-2-4 അടിച്ച് നമ്മുടെ സൂപ്പറെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരെ സൂപ്പറയ്ക്കകത്ത് കയറി ഡൈനോസറിൻ്റെ എനിക്ക് ഈ ഡൈനോസറിൻ്റെ ശബ്ദം തലവേന എടുക്കും. കണ്ടില്ല, നമ്മളെ കണ്ടില്ല. സ്നൈപ്പർ എടുക്കാം. ഷൂട്ട് ചെയ്യണം. ഒറ്റ വെടി അടിച്ചാൽ ഇളകിക്കോളും. ഇളകുന്നുണ്ട്. ഇപ്പോൾ ഷൂട്ടി 3 ഷൂട്ടി. ഓക്കെ, ഷൂട്ടി. ഓക്കെ, ചത്തു. പെട്ടോട്ട് ലൈഫ് നോക്കിയേ. മോനെ രക്ഷപ്പെട്ട് നമ്മൾ ജെറ്റ് പാക്ക് കുടിക്കാം. ഞാൻ സത്യമായിട്ടും പേടിച്ചു പോയി. ഓക്കെ, നമ്മൾ നേരെ ഡൈനോസറിൻ്റെ ബോഡിയിൽ കൂടെ ഒക്കെ കയറി പോവാണ്. എനിക്ക് മോനെ സത്യമായിട്ട് അവിടെ കുഞ്ഞു ഡൈനോസറൊക്കെ കാണാം നമുക്ക്. പക്ഷേ അതിനൊന്നും കൊല്ലേണ്ട ആവശ്യമില്ല. ആ പൊട്ടൻ ഡൈനോസർ നമ്മളെ കടിക്കാതെ തിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അത് രക്ഷപ്പെട്ട് വേറെ ആരും താത്തിക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെയൊക്കെ ബിൽഡിങ്ങുള്ളല്ലേ? ഇല്ലേ, അതെ. ഇതെന്താണ്? ഇത് വില്ലേജാണ് കേട്ടോ. മറ്റേ ഇതാണ് വീട് മുളച്ച് വരുന്ന ചെടിയാണത്. വില്ലേജിൻ്റെ വഴി എനിക്ക് നിങ്ങളൊക്കെ അറിയാൻ തരും. ഇവിടെ നേരെ ഇങ്ങോട്ട് പോകണത് ഈ ഭാഗത്തായിട്ട് നമ്പറാണ് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങോട്ട് വളഞ്ഞതേ നമ്പറാണെങ്കിൽ അവിടെയാണ് നമ്മുടെ വീട്. ഇത് ഇവിടെ കറക്റ്റ്. ഓക്കെ, നമ്മൾ നേരെ
ലാൻഡ് ചെയ്യുന്നതുകൊണ്ട് പോവാണ്. അവിടെ എത്തത്തില്ലാതെ എനിക്കറിയാം. എത്തി, എൻ്റെ മോനെ എത്തി. ലാൻഡ് ചെയ്തുകൊണ്ട് പോയതാണ്. നെക്സ്റ്റ് മിഷൻ നമ്മുടെ സോംബി മോഡാണ്. സോംബി മോഡിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഈ ഒരു അതല്ല, നമ്മുടെ സോംബി മോഡിലോട്ട് പോകാൻ വേണ്ടി കൊതുകാണ്. സോംബി മോഡിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ സൂപ്പറാണ് വിളിക്കുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ആക്കും. ഓക്കെ, സോംബി മോഡിലേക്ക് പോകാൻ നമ്മുടെ ഫോർച്യൂണർ മുറ്റത്തൊന്ന് കിടക്കും. പക്ഷേ നമുക്ക് ആ വണ്ടി വേണ്ട, നമുക്ക് സൂപ്പറ മതി. സൂപ്പറാ. ഓക്കെ, നമ്മൾ നേരെ സൂപ്പറങ്ങളൊക്കെ നമ്മൾ നേരെ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ സ്വന്തം സൂപ്പറയുടെ കളർ ഗ്രീനാക്കാൻ മറന്നുപോയി. ഓക്കെ, ഗ്രീനാക്കിയില്ല പിന്നെ എന്താ സൂപ്പറാ. ഈ സൂപ്പറൊക്കെ ഏറ്റവും ചേരുന്ന ഗ്രീനും ഓറഞ്ചും ആണ്. MK5-ന് സോറി ഗ്രീനും യെല്ലോയും ആണ്. MK4-ന് ഓറഞ്ച് മറ്റേ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്താണ് സെറ്റ്. നമ്മുടെ സൂപ്പറയും കൊണ്ട് പോകുന്നതൊക്കെ കൊള്ളാം. ഈ വെപ്പൺസ് നമുക്ക് എല്ലാം ഉപയോഗിക്കാം യൂസ് വേണമെങ്കിൽ. RPG ഒഴിച്ച്. ഓക്കെ, നമ്മൾ നേരെ കൊണ്ട് കയറ്റിയിട്ടുണ്ട് നമ്മൾ സൂപ്പറ. ഓക്കെ, നമ്മൾ നേരെ സൂപ്പറ ഈ ഒരു ഫുട്പാത്തിൽ പാർക്ക് ചെയ്തു. AR7YT ഫാൻസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ചുമ്മാ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആരൊക്കെയോ മരിക്കുന്നുണ്ട്. ഇതിങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ RPG പറ്റിയല്ലാന്ന് ഉദ്ദേശിച്ച RPG അല്ല, സ്റ്റിക്കി ആയിരുന്നു. ബോംബ് സ്റ്റിക്കി. ചാവ് ഞങ്ങൾക്ക് ചാവ്. സെല്ല് ഇളകി വരുന്നുണ്ട്. എൻ്റെ മോനെ സീനാവോ? ഇവിടെ അടുത്തുറങ്ങും വെച്ചാൽ അതിനെ ഞങ്ങൾ വെടിവെച്ചു. ഞാൻ പിടിച്ചു. അവൻ സീനാണ്. ജസ്റ്റ് നമുക്ക് ലൈഫില്ല, കുറവാണ് കേട്ടോ. രണ്ടെണ്ണത്തിനും കളഞ്ഞു. ദ പവർ ഓഫ് RPG. ഗോസ്റ്റ് വഴിക്ക് മതിയായിരുന്നല്ലേ. നമുക്ക് വണ്ടി ഇടിപ്പിച്ച് കൊടുത്ത എണ്ണത്തിനെ കൊല്ലാം. നമ്മുടെ സൂപ്പറായിട്ട് ഇൻറ്റീരിയർ നോക്കിയാൽ എൻ്റെ മോനെ ലക്ഷറി. പക്ഷേ ഈ ലക്ഷറി നമുക്ക് എത്ര വേണേലും കിട്ടും. നമ്മൾ ഈ വണ്ടികളൊക്കെ നേരെ സൈഡിൽ കൊണ്ടുപിടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടർ കടന്ന് ഡാൻസ് കളിക്കും. മിസ് കണ്ടോ? അയ്യോ, റിവേഴ്സ് എടുക്ക് സീനാവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ ഡാൻസ് കളിക്കും. നമ്മൾ ഡാൻസ് കളിച്ചു. നമ്മൾ ചത്തു. ഉറപ്പാണ് നമ്മൾ ചത്തുന്നു. എന്തൊക്കെയോ ലാഗ് അടിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഭൂമിയുടെ അടിയൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഭയങ്കര ഇതാണ് ലാഗാണ്. അത്ര സോംബിയുടെ അഴക്ക് വെട്ടുപോയ ലാഗ് അടിക്കുകയല്ലേ എന്നാണ് പറയുന്നത്. അതെ, അവിടെ ഒരു സോംബി എടുക്കും. പെട്ടെന്ന് മാറിക്കറി. കാരണം ഡോറില്ലെങ്കിൽ ഈ സോംബിയും ചെയ്യുകയല്ല കേട്ടോ. പാവം സോംബി. ഓക്കെ, നമുക്ക് ദൈവനെ ഇട്ടിപ്പിച്ച് കൊല്ലാം. നമ്മൾ അവനെയൊക്കെ ഇട്ടിപ്പിച്ച് അങ്ങ് അയ്യത്ത് കളഞ്ഞു. നമ്മൾ നേരെ കുറേ പേര് ഏൽപ്പിക്കുന്നുണ്ട്. അവിടെ ക്യാരക്ടർ സീൻ കഴിച്ച് എൻജിൻ വെച്ചാണ് സോംബികളെ കൊല്ലുന്നത്. നമ്മൾ നേരെ ഇടിച്ച് കൊല്ലാണ് സോംബിയൊക്കെ എന്തെന്നുള്ള ഇതാണ്. മൂന്ന് സോംബിയും കൂടെ അല്ല. ബാബാ ഞാൻ നിന്നെ ഇപ്പം കൊല്ലാം. ട്യൂങ് രണ്ടെണ്ണത്തിന് അടുപ്പിച്ച് വന്നു. ഓക്കെ, പാവം കഴിച്ചു. ഇതിന് നമുക്ക് പിസ്റ്റലും വെച്ചോല്ല, അതായിരിക്കും നല്ലത്. നമുക്ക് നേരെ പിസ്റ്റൽ എടുക്കാം. അയ്യോ, വണ്ടി നിറങ്ങിയിട്ട് വേണം പിസ്റ്റൽ എടുക്കാൻ. നല്ല സീനാണ്. അന്ന് എത്ര വേണേലും മാന്തിക്ക കൂട്ടാം. അങ്ങനെ ഇപ്പം കൊല്ലാം. ഓക്കെ, അവനും അങ്ങനെ ചത്തിട്ടുണ്ടേ. നമുക്കിനി ജെറ്റ് പാക്ക് വിളിക്കാം. 330 ജെറ്റ് പാക്ക് വിളിച്ചു. നേരെ നമ്മൾ വണ്ടി കയറി പോവാണ്. ഓക്കെ, നമ്മൾ നേരെ
പോവാണ്. ദൈവം ഞാൻ പറയുകയാണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. ദൈവം ഒരു ചെറിയ ബിൽഡിങ്ങിന്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ 16 മിനിറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ സോ 15 മിനിറ്റായി. ഓക്കെ 16 മിനിറ്റ് ഒന്നും എടുക്കരുത്, കുറച്ച് സേഫ് ലാൻഡ് ഓടും. ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബായ്. ഞാൻ ഖത്തം ഹോ ഗയാ.